ഇതിനാണ് ഈ മരുമോന്റെ മുമ്പിൽ പോയി പെടുന്നത്. ആന കുത്തിയാലും ചാവും, കാള കുത്തിയാലും ചാവും എന്ന് പണ്ട് ആ CH മുഹമ്മദ് കോയ പരിഹാസമായിട്ട് പറഞ്ഞു. ആന കുത്തിയാലും ചാവും, കാള കുത്തിയാലും ചാവുമെങ്കിൽ പിന്നെ ആനയുടെ കുത്തി കൊണ്ട് ചത്തൂടെ, എന്തിന് കാളയുടെ കുത്തുകൊണ്ട് ചാകണം എന്നാണ് CH ചോദിച്ചത്. അത് തന്നെയാണ് എനിക്ക് അൻവറിനോട് ചോദിക്കാനുള്ളത്. എന്തിന് ബേപ്പൂര് പോയി മത്സരിക്കണം? അവിടുന്ന് കുറച്ചും കൂടി വടക്കോട്ട് പോയാൽ ധർമ്മടം മണ്ഡലം ഉണ്ടല്ലോ, അവിടെ പോയി കാരണബോധനെതിരെ മത്സരിച്ചൂടെ. കഴിഞ്ഞ തവണ പിണറായി വിജയനെതിരെ മത്സരിച്ച് ഒരു രഘുനാഥ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ, അയാൾ പിന്നെ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരുകയും BJP സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു വേക്കൻസി ഉണ്ട്. അദ്ദേഹത്തിന് ധർമ്മടത്ത് പോയി മത്സരിക്കാം. അൻവർ മത്സരിക്കട്ടെ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ. എന്തൊരു മത്സരമായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ചു. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്പുക്ക, ഞാൻ പറഞ്ഞത് പരിഹാസമായിട്ടാന്ന് വിചാരിക്കണ്ട. താങ്കളെ പോലെ ഗടാഗടിയനായിട്ടുള്ള ഒരു നേതാവ് വെറുതെ ബേപ്പൂരൊക്കെ പോയി ഈ ഞോള ചെക്കന്മാരുടെ അടുത്തൊക്കെ മത്സരിക്കുന്നത് വളരെ മോശമല്ല. ഒന്നുമില്ലെങ്കിൽ ഒരു ഗാന്ധിയനല്ലേ താങ്കൾ. അതുകൊണ്ട് മത്സരിക്കുകയാണെങ്കിൽ ബേപ്പൂര് പോയിട്ട് റിയാസിനെതിരെ അല്ല മത്സരിക്കും, ധർമ്മടത്ത് പോയിട്ട് പിണറായി വിജയനെതിരെ മത്സരിക്കും. എന്നിട്ട് പിണറായി വിജയനെ തോപ്പിക്കും. എന്നിട്ട് പിണറായി സത്തിന്റെ കബറടക്കം നടത്തും. അതാണ് ഹീറോയിസം. അതുകൊണ്ട് ബേപ്പൂരല്ല താങ്കൾ നിൽക്കേണ്ടത്, നേരെ പോകേണ്ടത് ധർമ്മടത്തേക്കാണ്. അൻവറിനെ വിളിക്കൂ, UDF-നെ ശക്തിപ്പെടുത്തു, LDF-നെ തുരത്തു, പിണറായി വിജയനെ വീട്ടിൽ പറഞ്ഞയക്കും. ഇതാണ് മൗദൂദികളുടെ പുതിയ മുദ്രാവാക്യം. ഏതായാലും മൗദൂദികളുടെ മാത്രം പിന്തുണ കൊണ്ട് ഇദ്ദേഹത്തിന് എത്ര ദൂരം പോകാൻ കഴിയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് പുള്ളി ഇതുകൊണ്ട് നിർത്താൻ തയ്യാറില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, കുറെ കാശ് പോയി, ആ ജനങ്ങളുടെ ഇടയിൽ മാനം കിട്ടു, ജാമ്യസംഖ്യയും ഖജനാവിലേക്ക് മുതൽ കൂട്ടി. എങ്കിലും അൻവർ അഥവാ അമ്പൂക്ക നിർത്താൻ ഉദ്ദേശിച്ചു. പുള്ളി പറയുന്നത് ഇദ്ദേഹത്തെ UDF-ൽ എടുക്കുകയാണെങ്കിൽ, അതൊരു ഭയങ്കര എങ്കിലാണ്, എടുക്കുകയാണെങ്കിൽ മലയോര മേഖലയിൽ മുഴുവനും UDF-ന് വമ്പിച്ച വിജയം ഉണ്ടാവും. പുള്ളി ആ മണ്ഡലങ്ങളുടെ എണ്ണവും കൂടി പറഞ്ഞു. ഏതാണ്ട് 36 മണ്ഡലം, 18 മണ്ഡലമുണ്ട്. അൻവറിന് വലിയ ശക്തി ഉള്ളതുണ്ട്. അൻവറിന്റെ ശക്തി നിലമ്പൂർ എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടു, ഏറനാട്ടിൽ എത്ര ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കും. മറ്റു മണ്ഡലങ്ങളിൽ എന്തുമാത്രം ഉണ്ടാകും എന്ന് ബുദ്ധിയുള്ള ആർക്കും അല്പം ആലോചിച്ചാൽ കണ്ടുപിടിക്കാവുന്നു. പക്ഷെ അൻവർ പറയുന്നത്, അൻവറിന് ഭയങ്കര ശക്തി, തവള ശ്വാസം പിടിക്കുന്ന പോലെ. പോക്കാൻ തവള നടു റോട്ടിൽ നിന്ന് ശ്വാസം പിടിച്ച് പാണ്ടി ലോറിയുടെ മുമ്പിൽ പോകുന്ന രംഗം നിങ്ങൾ കണ്ടു. അതുപോലെയാണ് അൻവർ ശ്വാസം പിടിക്കുന്നത്. അൻവർ പറയുന്നു അഥവാ വെല്ലുവിളിക്കും. പിണറായി സത്യം തകർത്തതിന് ശേഷം പുള്ളിക്ക് വിശ്രമവും. ഇത് കേട്ട് പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വെല്ലുവിളി കേട്ട് സഖാവ് പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം. കാരണം പിണറായി സത്തെ ചേർത്ത് തോൽപ്പിക്കാൻ ഇന്നിപ്പോ ഈ ലോകത്ത് ഭൂമി മലയാളത്തിൽ ആകെ അൻവർ മാത്രം. അൻവർ ധൈര്യപ്പെട്ട് രംഗത്തിറങ്ങാൻ പോവുകയാണ്. അൻവറിന്റെ അടുത്ത അങ്കത്തട്ട് എന്ന് പറയുന്നത് മരുമോൻ മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലം. ബേപ്പൂരിൽ അൻവർ മത്സരിക്കും. അൻവറിന്റെ മുമ്പിൽ മുഹമ്മദ് റിയാസ് മുട്ടുമടക്കും. റിയാസിനെ ഗോദയിൽ നിന്ന് ഇദ്ദേഹം എടുത്ത് പുറത്തേക്കിടും. അങ്ങനെ ബേപ്പൂരിൽ ഇദ്ദേഹം കൊടി പറിക്കും. അതിനുശേഷം ഇപ്പൊ നിലമ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പുള്ളി ഇനി ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയും. ബേപ്പൂർ ഷഹൻഷാ എന്ന പേരിൽ അറിയപ്പെടാൻ സാധ്യത. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ പതാക ബേപ്പൂരിന്റെ പൂഴിമണ്ണിൽ പുള്ളി പാറി. അതിനുശേഷം പിന്നെ ബേപ്പൂർ തൃണമൂലിന്റെ ഒരു കോട്ടയായിട്ട് മാറും. പശ്ചിമ ബംഗാളിൽ ഇങ്ങനെയുള്ള സംഭവിച്ചു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇനി നിലമ്പൂരിൽ പണ്ട് സംഭവിച്ചത് ഇനി ബേപ്പൂരിൽ സംഭവിച്ചു. അതോടെ മരുമോന്റെ കട്ടയം പണം പറഞ്ഞു. 40% വോട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് CPM-ൽ നിന്ന് PV അൻവറിന് വന്നില്ലെങ്കിൽ 5 വന്നാൽ ഈ ചെവിയാൻ അരിഞ്ഞു തരും. അതാണ് ഇവിടെ സംഭവിക്കാൻ